നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് ഉമ്മാൻകുന്ന് ചെപ്പോത്തുകുന്നിൽ ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങും. മന്ത്രിമാർ അടക്കമുള്ളവർക്ക് വീഴ്ചയുണ്ടായി എന്ന ആരോപണം ശക്തമായിരിക്കവെയാണ് അന്വേഷണം തുടങ്ങുന്നത്. അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും. അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുവാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം. അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് അപകടത്തിൽ തകർന്നതെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. വിവരം അറിഞ്ഞിടവൻ സ്ഥലത്തെത്തി. തെരച്ചിൽ നടത്തുന്നതിനായി സ്ഥലത്തേക്ക് JCB എത്തിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു പ്രതികരണം. അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയപ്പോഴും അടച്ചിട്ടിരുന്ന കെട്ടിടമാണെന്നാണ് മന്ത്രി പറഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇന്നലെ മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ മൃതദേഹം വീട്ടിലേക്ക് എത്തിയിരുന്നു. കുടുംബത്തിന്റെ എല്ലാമായിരുന്നു ബിന്ദു. കുടുംബനാഥയായ ഇവരുടെ വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതന് ചില രോഗാവസ്ഥയിൽ ജോലിക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം ശക്തമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് കോളേജ് സൂപ്രണ്ട് ജയകുമാർ രംഗത്തെത്തിയിരുന്നു. തിരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായും കെട്ടിടാവശിഷ്ടങ്ങളുടെ അടിയിൽ ആരുമില്ലെന്ന് മന്ത്രിമാർക്ക് വിവരം നൽകിയത് താനാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരച്ചിൽ വൈകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയപ്പോൾ വിവരങ്ങൾ കൈമാറിയത് താനാണ്. പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമാണ് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന വിവരം മന്ത്രിമാരെ അറിയിച്ചത്. കെട്ടിടത്തിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുവാൻ കഴിയുമായിരുന്നില്ല. ശുചിമുറി ഉപയോഗിക്കുവാനായി ആളുകൾ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. ഇടയ്ക്ക് കെട്ടിടം പൂട്ടിയിട്ടെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീണ്ടും തുറന്നു കൊടുക്കേണ്ടി വന്നു. കെട്ടിടത്തിൽ നിന്നും ആളുകളെ പൂർണ്ണമായി മാറ്റുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നുവെന്നും സൂപ്രണ്ട് പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 10:45 അപകടം. 68 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സർജിക്കൽ ബ്ലോക്കിലെ ബാത്റൂം ബ്ലോക്കാണ് ഇടിഞ്ഞു വീണത്. 3 നില കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായി 14, 10, 11 വാർഡുകൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. വലിയ ശബ്ദത്തോടെ കെട്ടിടം നിലം പൊട്ടിയതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ഓടി രക്ഷപ്പെട്ടു. കുളിക്കുവാൻ പോയതായിരുന്നു ബിന്ദു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ വലിയ സംഘം സംഭവസ്ഥലത്ത് കിലോമീറ്ററുകൾക്കകലെ തെള്ളകത്ത് മേഖലാ അവലോകന യോഗത്തിനെത്തിയിരുന്നു. വിവരമറിഞ്ഞ യോഗത്തിൽ നിന്ന് മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും സ്ഥലത്തെത്തി. ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് തകർന്നതെന്നും അവിടെ ആരും ഇല്ലെന്നും 2 പേർക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ എന്നുമാണ് മന്ത്രിമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. തുടർന്ന് പരിക്കേറ്റ അലീനയെ സന്ദർശിച്ച ശേഷം മന്ത്രിമാർ മടങ്ങുകയും ചെയ്തു. സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ തുടരും. KSU, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളാണ് പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്യും. രാവിലെ BJPയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ആരോഗ്യമന്ത്രിക്ക് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു മടങ്ങുമ്പോൾ മോർച്ചറി ഗേറ്റിന് മുൻപിലും കോളേജ് ഗേറ്റിന് മുൻപിലും കരിങ്കൊടി പ്രതിഷേധമുണ്ടാവുകയായിരുന്നു. മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും മുഖ്യമന്ത്രിയോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു കരിങ്കൊടി കാണിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് പയസ്, KSU ജില്ലാ പ്രസിഡന്റ് KN നൈസാം, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KK കൃഷ്ണകുമാർ, റിച്ചി, സാം ലൂക്കോസ്, അനൂപ് വിജയൻ, ജിതിൻ ജോർജ്, അബ്ദുൾ, ഇർഫാൻ ബഷീർ, അമീർ KS എന്നിവർ നേതൃത്വം നൽകുകയായിരുന്നു.
ജില്ലാ പഞ്ചായത്ത് മെമ്പറ ഇവരെ അടക്കം രോഗിയായിരുന്ന സമയത്ത് ഒരാളുമില്ലാതെ ഫയർഫോഴ്സും പോലീസും ഇവിടുത്തെ അവർ നോക്കിയിരുന്നു. മന്ത്രി വീഴായി വാർത്തകൾ പറഞ്ഞു ഇവിടെ ഒന്നും പറ്റിയില്ലെന്ന്. എന്നിട്ട് ഒരാൾ മരിച്ചു പോയത് മൃഗീയമായിട്ട്. ഈ നാടകെട്ട അവസ്ഥ ഈ മെഡിക്കൽ കോളേജ് ഈ ഭരണകൂട പ്രതി എന്നിട്ട് ഞങ്ങൾ സൂപ്രണ്ടെ കാണാൻ വരുമ്പം അവരെ കാണാൻ അഹങ്കാരം കാണിക്കുന്നു. പോലീസ് സേവന്മാര് ഞങ്ങളുടെ അവിടെ കണ്ടോ മന്ത്രി പറഞ്ഞു ഒരാൾ പോലും മരിച്ചിട്ടില്ല. ഒരാൾ മരിച്ചു അതിന്റെ ഉത്തരവാദിത്വം മന്ത്രി തന്നെ ഏറ്റെടുക്കണം. രാജിവെച്ചിട്ട് പുറത്തു പോകണം. ഇല്ലെങ്കിൽ എല്ലാ സ്ഥലത്തിലും യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ തടയും. അത് രാജിവെക്കുന്നവരെ സമരം മുന്നോട്ട് പോകും. അവരോട് പരാതി പറഞ്ഞു. അവര് സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പോലും ഇതൊന്നും ചെയ്യാൻ ഈ സൂപ്രണ്ട് അനുവദിക്കുന്നില്ല. ഇതിന് പരാതി പറയാനും സൂപ്രണ്ടിനെ കാണാൻ ഞങ്ങൾ വന്നത്. ഞങ്ങളെ മൃഗീയമായി ഈ പോലീസ് തെളിയിക്കാൻ മൃഗീയമായി ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. അവരുടെ എല്ലാ സാധനങ്ങളും അവിടെ നിൽക്കാൻ സമ്മതിക്കണം. ഈ മുഴുവൻ രോഗികളെ അധികം പരിക്കില്ലാത്ത രോഗികളൊക്കെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണവശാലും അനുവദിക്കത്തില്ല. ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ രോഗികൾ ഷിഫ്റ്റ് ചെയ്താൽ ഭരിച്ചിട്ടില്ല. നിങ്ങൾ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാതെ ഒരാൾ നിന്നോളൂ. അറിയാം